ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് 5 ക്രെഡിറ്റ് കാർഡ്സുകളെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഏപ്രിൽ 2024 നിങ്ങൾ എയർപോർട്ട് ലോഞ്ചസ് നോക്കുന്നുണ്ടെങ്കിൽ, ഫ്രീ എയർപോർട്ടിൽ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി എയർപോർട്ടിൽ ലോഞ്ചസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 5 ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെന്റ് കുറേ ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ നമുക്ക് ഡീവാലുവേഷൻ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന അപ്ഡേറ്റഡ് ലിസ്റ്റാണ് ടോപ്പ് 5 ക്രെഡിറ്റ് കാർഡ്സ് ഫോർ എയർപോർട്ട് ലോഞ്ചസ് ഏപ്രിൽ 2024 കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് കടക്കാണ്ട് മുമ്പ് നമ്മുടെ 2 ചാനലുകളൊക്കെ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ചാനലായി JHH വേൾഡ് കാണാൻ പോയി കണ്ടുനോക്കുക. നമ്മളതിൽ മൂവി ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫിലിം ന്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് പോകാം. അതിൽ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ SBI കാരുടെ എലൈറ്റ് ക്രെഡിറ്റ് കാർഡാണ്. ഇതൊരു ആക്ച്വലി പ്രീമിയം ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമുക്കിതിൽ ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 4099 പ്ലസ് GST ആണ്. അതുപോലെ തന്നെ നമുക്കിതിൽ എയർപോർട്ട് ലോഞ്ചസിന്റെ ബെനിഫിറ്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 കോംപ്ലിമെന്ററി ഇന്റർനാഷണൽ ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോഞ്ച് പെർ ക്വാർട്ടർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഓരോ കാർഡുകളുടെ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം. നമുക്ക് എന്തായാലും രണ്ടാമത്തെ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ HDFC ഡൈനേഴ്സ് ക്ലബിന്റെ പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് 2500 രൂപ പ്ലസ് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 12 കോംപ്ലിമെന്ററി ലോഞ്ചസ്, അതായത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ കൂടിയിട്ട് നമുക്ക് പെർ ഇയർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫ്രീ വിസിറ്റ് എക്സ്റ്റെൻഡ് ടു ആഡ് ഓൺ കാർഡ്, നമുക്ക് ആഡ് ഓൺ കാർഡിലേക്ക് നമുക്ക് ആഡ് ഓൺ കാർഡ് മെമ്പറിന് നമുക്ക് ആക്ച്വലി ഫ്രീ വിസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിന് ആക്ച്വലി ജോയിനിങ് ചാർജും മാനുവൽ ചാർജ് ഇവിടുന്ന് 3000 രൂപ പ്ലസ് GST ആണ് കേട്ടോ. ഇതിന്റെ ബെനിഫിറ്റ്, എയർപോർട്ട് ലോഞ്ചസിന്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 ഇന്റർനാഷണൽ ലോഞ്ചസ് പെർ ഇയർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോഞ്ചസ് പെർ ക്വാർട്ടറിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ നാലാമത്തെ പറയുമ്പോൾ നമ്മുടെ SBIയുടെ പ്രൈം ക്രെഡിറ്റ് കാർഡിനാണ്. ഇത് ആക്ച്വലി 2099 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. 4 കോംപ്ലിമെന്ററി ഇന്റർനാഷണൽ ലോഞ്ചസ് പെർ ഇയർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 8 കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോഞ്ചസ് പെർ ഇയറിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 5ാമത്തെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് HDFC റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ്. നമുക്ക് 2500 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. 6 കോംപ്ലിമെന്ററി ഇന്റർനാഷണൽ ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 12 കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ് പെർ ഇയർ നമുക്ക് വിത്തിൻ ഇന്ത്യ, അതായത് ഡൊമസ്റ്റിക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നിന്റെ അത്യാവശ്യമുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് SBI ലൈറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസിന് ആദ്യം തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിനിങ് ചാർജും ആനുവൽ ചാർജും വരെ 499 രൂപ പ്ലസ് 499 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ കോംപ്ലിമെന്ററി ആയിട്ട് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് വർത്ത് $99 മെമ്പർഷിപ്പ്, പ്രയോറിറ്റി മെമ്പർഷിപ്പ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോഞ്ചസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതർ ബെനിഫിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് 500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റ് വൗച്ചർ ഇടുന്നുണ്ട്. കോംപ്ലിമെന്ററി ക്ലബ് വിസ്താര മെമ്പർഷിപ്പ് ഇടുന്നുണ്ട്. 5x റിവാർഡ് പോയിന്റ് ഓൺ ഡൈനിങ്, ഗ്രോസറി, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫ്രീ മൂവി ടിക്കറ്റ് വർത്ത് $6000 പെർ ഇയർ നമുക്ക് കിട്ടുന്നുണ്ട്. 50,000 ബോണസ് റിവാർഡ് പോയിന്റ് ഇൻ ഇയർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തെ നമ്മൾ പറയാൻ പറഞ്ഞാൽ HDFCയുടെ ഡൈനർ ക്ലബ് പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡാണ്. 2500 രൂപ പ്ലസ് GST ആണ് ഞാൻ പറഞ്ഞത് ആനുവൽ ചാർജും ജോയിനിങ് ചാർജ് വരുന്നത്. നമ്മൾ ആനുവലി 3 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് വേ ഓഫ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കിതിൽ അതർ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോംപ്ലിമെന്ററി ആനുവൽ മെമ്പർഷിപ്പ് ഓഫ് ആമസോൺ പ്രൈം, MMT ബ്ലാക്ക്, ടൈം പ്രൈം മെമ്പർഷിപ്പ്, ഡൈൻ ഔട്ട് പാസ്പോർട്ട് മെമ്പർഷിപ്പ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വൗച്ചേഴ്സ് ഓഫ് ഉല ക്യാപ്സ്, ടാറ്റ ക്ലിക്ക്, ബുക്ക് മൈ ഷോ, Culti.fit, അതൊക്കെ നമുക്ക് ഇതിലൂടെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 4x റിവാർഡ് പോയിന്റ് പെർ 150 രൂപീസ് സ്പെൻഡ് അക്രോസ് കാറ്റഗറിയാണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ 2x റിവാർഡ് പോയിന്റ് ഓൺ വീക്കെൻഡ് ഡൈനിങ്, അതുപോലെ തന്നെ 10x റിവാർഡ് പോയിന്റ് ഓൺ സ്മാർട്ട് ബൈ എക്സ്പെൻസിന് നമുക്ക് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്പ് ത്രൂ HDFCയുടെ. അതുപോലെ തന്നെ 2 കോംപ്ലിമെന്ററി ഗോൾഫ് ഗെയിം പെർ ക്വാർട്ടറിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിന്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനുവൽ ചാർജ് ജോയിനിങ് ചാർജ് വരുന്നത് 3000 രൂപ പ്ലസ് GST ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ കോംപ്ലിമെന്ററി ആയിട്ട് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് കിട്ടുന്നത്. നിങ്ങൾക്ക് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കുക ചേട്ടാ. വരെ വെബ്സൈറ്റ് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഡോളറിൽ കാശ് കൊടുക്കേണ്ടി വരും. അതർ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ 2000 ആമസോൺ വൗച്ചർ ഓൺ മേക്കിംഗ് ദ ഫസ്റ്റ് കാർ ട്രാൻസാക്ഷൻ വിത്തിൻ 90 ഡേയ്സ് ഉണ്ട്. 20% ഡിസ്കൗണ്ട് ഓൺ മിനിമം പർച്ചേസ് ഓഫ് 2000 ഓൺ ബിഗ് ബാസ്ക്കറ്റ് നമുക്കുണ്ട്. 40% ഡിസ്കൗണ്ട് ഓൺ സ്വിഗ്ഗി വരുന്നുണ്ട്. 10 ആക്സിസ് എഡ്ജ് റിവാർഡ് പോയിന്റ് ഓൺ പെർ 200 രൂപീസ് സ്പെൻഡ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2x റിവാർഡ് പോയിന്റ് ഓൺ റീറ്റെയിൽ ഷോപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ 6 കോംപ്ലിമെന്ററി ഗോൾഫ് റൗണ്ട്സും വരുന്നുണ്ട്. അതിനെ നോക്കണ്ട. നാലാമത്തെ പറയുന്നത് SBIയുടെ പ്രൈം ക്രെഡിറ്റ് കാർഡാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും നോക്കി കഴിഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ കാർഡ് എന്ന് പറയുന്നത് SBIയുടെ പ്രൈം ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. ജോയിനിങ് ചാർജ് ആനുവൽ ചാർജ് വരുന്നത് 2999 രൂപ പ്ലസ് GST ആണ്. അതിൽ നമുക്ക് ആനുവൽ ഫീ വേണമെങ്കിൽ വേവ് ഓഫ് ചെയ്യാം. നമ്മൾ 3 ലക്ഷം രൂപ ഒരു ഇയറിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്തിട്ടുണ്ടാകും.
പിന്നെ അതർ ബെനിഫിറ്റ്സിൽ നമുക്ക് ഈ ഗിഫ്റ്റ് വോച്ചർ വർത്ത് ₹3000 നമുക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 2 റിവാർഡ് പോയിന്റ് പെർ ₹100 ആണ് നമുക്ക് എല്ലാ സ്പെൻസിനും കിട്ടുന്നത്. 10x റിവാർഡ് പോയിന്റ് പെർ ₹100 സ്പെൻഡ് ഓൺ ഡൈനിങ്, ഗ്രോസറീസ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതായത് നമുക്ക് ഒരു ക്വാർട്ടറിൽ നമുക്ക് 50,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പിസ്സ ഹട്ടിന്റെ വോച്ചേഴ്സ് കിട്ടും. പിന്നെ ആനുവൽ സ്പെൻഡ് ഓഫ് 5 lakh ആണെങ്കിൽ നമുക്ക് യാത്ര അല്ലെങ്കിൽ പാൻഡലൂംസിന്റെ ₹7,000 വോച്ചറും കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ HDFCയുടെ റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡാണ്. ₹2,500 പ്ലസ് GST ആണ് വരുന്നത്. ഇത് നമുക്ക് ആനുവൽ ഫീ ഓഫ് ചെയ്യണമെങ്കിൽ ₹4 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീ ഓഫ് കിട്ടും. അത് കുറച്ച് ഓവറാണ്. പിന്നെ നമുക്കിതിൽ അതർ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ക്ലബ് വിസ്താര സിൽവർ ടയർ, അതുപോലെ തന്നെ MMTയുടെ ബ്ലാക്ക് ലൈറ്റ് മെമ്പർഷിപ്പും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ₹2,500 ഗിഫ്റ്റ് വോച്ചർ ഓൺ ജോയിൻ ഫീ പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 4 റിവാർഡ് പോയിന്റ് പെർ ₹100 സ്പെൻഡ് ആണ് നമുക്ക് ഇൻഷുറൻസിന്, യൂട്ടിലിറ്റീസ്, എഡ്യൂക്കേഷനൊക്കെ കിട്ടുന്നത്. 20 റിവാർഡ് പോയിന്റ് പെർ ₹150 സ്പെൻഡ് ആണ് മിന്ത്ര, മാർക്ക് ആൻഡ് സ്പെൻസർ, റിലയൻസ് ഡിജിറ്റൽ, നൈക്ക ഇതിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 1.5 lakhന്റെ ക്വാർട്ടർലി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ₹1,500 വൗച്ചർ മാരിറ്റിന്റെ, മിന്ത്ര ഏതെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ₹5 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ₹5,000 ഫ്ലൈറ്റ് വൗച്ചറും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ, അത്യാവശ്യം ഇത് സൂപ്പർ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡുകളല്ല കേട്ടോ. നിങ്ങൾക്ക് സൂപ്പർ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ HDFC ഡയനാമിക് ക്ലബിന്റെ ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അതിന് നമുക്ക് ₹10,000 ജോയിൻ ചാർജ്, ആനുവൽ ചാർജ് വരുന്നത്. ആക്സിസ് ബാങ്കിന്റെ റിസർവ് ക്രെഡിറ്റ് കാർഡ് എടുക്കാം, ₹50,000 വരുന്നത് ചാർജ്. HDFCയുടെ ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡ് എടുക്കാം, ₹10,000 വരുന്നത്. ICICIയുടെ എമറാൾഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കാം, ₹12,000 വരുന്നത്. ആക്സിസിന്റെ മാഗ്നസ് ക്രെഡിറ്റ് കാർഡ് എടുക്കാം, ₹10,000 വരുന്നത്. പക്ഷേ ഞാൻ ആക്സിസിന്റെ നിങ്ങൾക്ക് അറിയാം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഭയങ്കരമായിട്ട് ഡീവാലുവേഷൻ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്കിന് ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ നമ്മുടെ കാർഡുകളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ആപ്പിന്റെ റെഫറലിലേക്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാട്ടോ, മറക്കണ്ട, താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.